നമസ്കാരം. വഖഫ് പരിഹാരമല്ല, മുനമ്പത്തെ ജനങ്ങളെ മോദിയും പിണറായിയും പറ്റിച്ചു. മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ എന്നത് ദൈവവചനമാണ്. ഈ ദൈവവചനം ഇവിടെയാണ് പറയേണ്ടത്. കാരണം അത്രത്തോളം മനസ്സ് തകർന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു വലിയ ജനത കണ്ണീരിൽ കുളിച്ച് ഈ മുനമ്പത്ത് ജീവിതത്തിനും മരണത്തിനുമിടയ്ക്ക് ആലംബഹീനരായി കഴിയുന്നു. ആരുടെയൊക്കെയോ നടക്കാത്ത കുറേ വാഗ്ദാനങ്ങൾ കേട്ട് അതിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കാനായി കാത്തിരിക്കുന്നവർ. വഖഫ് ബില്ലിൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച BJP സർക്കാർ, ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞു വന്ന കേരള സർക്കാർ. പക്ഷേ ആരും തന്നെ മുനമ്പത്തെ മനുഷ്യരെ കണ്ടില്ല, അവരുടെ വേദന കേട്ടില്ല. വഖഫിൻ്റെ പേര് പറഞ്ഞ് BJP മുതലെടുപ്പ് നടത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം വരെ വേണ്ടി വന്നു ആ ജനങ്ങൾക്ക്. കിരൺ റിജിജു എന്ന കേന്ദ്രമന്ത്രി വന്ന് മുനമ്പത്തുകാരെ കാണുന്ന സമയം വരെ. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തേ ഈ വഖഫ് ബില്ല് പരിഹാരമല്ലേ? കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയതല്ലേ? ആളും ആരവവും ആഘോഷങ്ങളുമായി പാസാക്കിയതല്ലേ? എന്നിട്ടും എന്തേ മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ജനങ്ങളോട് പറയേണ്ടി വന്നു എന്നുള്ളത്? അപ്പോൾ മുനമ്പത്തെ പ്രശ്നം വഖഫ് ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി സമ്മതിച്ചിരിക്കുന്നു. എന്തൊക്കെ തള്ളായിരുന്നു! വഖഫ് ബോർഡിന് നിയന്ത്രണമില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമം കേന്ദ്രം മാറ്റി എഴുതിയിരിക്കുന്നു. കിരാത നിയമമാണ് ഇങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത്. രാജ്യത്ത് മുനമ്പം പോലെ പ്രശ്നത്തിലായ നിരവധി മനുഷ്യരുണ്ട്. അവർക്കെല്ലാവർക്കും തുല്യനീതി ഉറപ്പിക്കുവാനാണ് നിയമം കൊണ്ടുവന്നത് എന്നൊക്കെയായിരുന്നു അവകാശവാദങ്ങൾ BJPയുടെ. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കാര്യമാണ്, അത് പറയട്ടെ. ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കുവാനും വിവേകവചനങ്ങളെ ഗ്രഹിക്കുവാനും പരിജ്ഞാനം, നീതി, ന്യായം, നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനം കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കുവാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കുവാനും സതുദ്ദേശവാക്യങ്ങളാലും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും ദൈവവചനം ഉതകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയേണ്ടി വരുന്നത്. ഇത് പറയുമ്പോൾ മുനമ്പത്തെ ജനതയുടെ വികാരത്തെ മാനിക്കാത്ത കുറേയേറെ രാഷ്ട്രീയക്കാരും BJPയിലേക്ക് കുടിയേറിപ്പാർക്കാൻ തക്കം പാർത്ത് നടന്ന ഒരു വിഭാഗം ക്രൈസ്തവരും മനസ്സിലാക്കണം ഈ ജനങ്ങളുടെ വേദന. ഇവരെ ചതിക്കുമെന്നും ചതിച്ചുവെന്നും സ്വയം തിരിച്ചറിവുണ്ടാകണം ഇനിയെങ്കിലും. ഇതിനോടൊപ്പം ചിലതുകൂടി പറയേണ്ടതുണ്ട്. ഈ വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പത്തെ ജനങ്ങൾ നിയമപോരാട്ടം തുടരേണ്ടി വരും എന്നുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ BJPയെയും അവരെ പിന്തുണച്ച സമരസമിതിയെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള താര ടോജോ അലക്സ് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ശ്രദ്ധേയമാണ്. അതുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ആ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് മുനമ്പം സമരസമിതി നേതാവ് ജോസഫ് ബെന്നിയുടെ "ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു" എന്ന പ്രതികരണത്തോടു കൂടിയുള്ള ഒരു തുടക്കം. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കില്ല എന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ പ്രസ്താവനയോട് പിന്നെ എന്ത് കോക്കനറ്റിനാണ് പാർലമെൻറ്റിലെ വഖഫ് നിയമ ഭേദഗതി ചർച്ചയിൽ മുനമ്പം എന്ന് പറഞ്ഞ് താങ്കൾ കരഞ്ഞത് എന്ന് മന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുകയാണ് ബുക്കിൽ. ഇനി കാര്യത്തിലേക്ക് വരാം. BJP ചതിക്കും, ചതിച്ചിരിക്കും എന്ന് നിങ്ങളോട് നിയമവും തെളിവും ചരിത്രവും നിരത്തി 1000 വട്ടം പറഞ്ഞു തന്നതല്ലേ എന്ന് ചോദിക്കാൻ വളരെ ആഗ്രഹമുണ്ടെങ്കിലും അവിടെ പറയാൻ പറ്റുന്ന ഇതാണ്. അതായത് മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന ദൈവവചനം അത് ഓർമ്മ വരുന്നത് കൊണ്ട് അതവിടെ വിടുന്നു എന്ന് പറഞ്ഞു പോകുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ജനിതകമായി തന്നെ DNA മ്യൂട്ടേഷൻ സംഭവിച്ചവരാണ് ഈ സംഖ്യകളെന്ന് പറയപ്പെടുന്നത്. അവർക്ക് പരസ്പര സ്നേഹം, സാഹോദര്യം, ദയ, ക്ഷമ, സമാധാനം, സഹിഷ്ണുത, സഹവർത്തിത്വം അത്തരം അന്തരീക്ഷം അതിജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പകരം തീവ്രവാദം, വർഗീയവാദം, വിഘടനവാദം, കോപം, അസൂയ, ശത്രുതാ മനോഭാവം, സ്പർദ്ധ അത്തരം അന്തരീക്ഷത്തിൽ മാത്രമേ ഈ വർഗത്തിന് നിലനിൽപ്പുള്ളൂ. അതിനായിട്ട് അവർ പലതരത്തിലുള്ള കള്ളം പറയും, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകും, എരുതിയിൽ എണ്ണ കോരിയൊഴിക്കും. സഹോദരനെ സഹോദരന് എതിരായും മക്കളെ മാതാപിതാക്കൾക്ക് എതിരായും
മനുഷ്യർക്കെതിരായുമൊക്കെ തിരിക്കുക തന്നെ ചെയ്യും. ഇസ്ലാം വിരോധം ഒന്നുകൊണ്ട് മാത്രം ഇവറ്റകളുടെ കൂടെ ചേർന്ന് കലിതുള്ളുന്ന മറ്റൊരു വകഭേദമാണ് ക്രിസംഗികൾ എന്ന് പറയപ്പെടുന്നത്. ക്രിസ്തുവും ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞ കാര്യങ്ങളുമായി യാതൊരു തരത്തിലുമുള്ള പുലബന്ധമില്ലാത്ത ഒരു പറ്റം വേസ്റ്റ് ഓഫ് ഓക്സിജൻ ഓൺ എർത്ത്. കഴിയുമെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ഓടിമാറിക്കോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJPയുടെ ഏറുപടക്കങ്ങൾ മാത്രമാണവർ. ആവശ്യം കഴിയുമ്പോൾ ഇവറ്റകളെ സംഖ്യകൾ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളും എന്നുള്ള ആപ്തവാക്യം കൂടി മനസ്സിലാക്കുക. സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്നിതാ ഈ നിമിഷം വരെ ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രവും പൈതൃകവും മാത്രമാണ് സംഘപരിവാറിന് കൈമുതലായിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ പെട്ടുപോകുന്നത് നിങ്ങളെപ്പോലുള്ള നിരപരാധികളാണ് മുനമ്പത്തുകാരെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അധികാരം സ്തംഭിപ്പിച്ചതും അത് തിരിച്ചു തരേണ്ടതും കേരള സർക്കാരാണ്. അവരോട് നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുക. നീതി ലഭിക്കും വരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള ശ്രമം നടത്തുക. നിയമ ഭേദഗതി വന്നു എന്ന് കേട്ട ഉടൻ തന്നെ ഓടിപ്പോയി BJPയിൽ ചേർന്ന 50 പേരോട് സഹതാപം മാത്രമെന്ന് പറഞ്ഞവസാനിപ്പിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? അല്ലാതെ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതി ശരിയാണോ? CPM നേതാവ് MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് എന്നും മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധത എന്നത് RSSന് മറച്ചുവെക്കാനാകില്ലെന്നുമുള്ള രാഷ്ട്രീയ എംബോക്കിത്തരം പറയുന്നതാണോ പ്രതികരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ വാചകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോഴും സജീവമാണ് എന്നാണ്. വഖഫ് നിയമ ഭേദഗതി വരുന്നു എന്ന് കേട്ടപ്പോൾ ക്രിസ്ത്യാനികൾ കൂട്ടം ചേർന്ന് BJPയുടെ താളത്തിനൊത്ത് തുള്ളിയത് എന്തുകൊണ്ടായിരുന്നു? എന്നിട്ടും എന്ത് നേട്ടമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് ആലോചിച്ചു. അപ്പോൾ വോട്ടു രാഷ്ട്രീയം മാത്രമാണ് BJPയുടെ ലക്ഷ്യം എന്ന് മറക്കരുത്. അതിന് കുടപിടിക്കുന്ന കേരള സർക്കാരും ഒപ്പം ഇനി മുസ്ലിം വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നം മാത്രമായി ഇത് മാറ്റിയെടുക്കുവാൻ ശ്രമം നടത്തി നേട്ടം കൊയ്യാൻ വെമ്പൽ കൊണ്ട പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നത് ചതിക്കാനാണെന്ന് മനസ്സിലാകാത്ത സംരക്ഷണ സമിതിക്കാരും ക്രൈസ്തവരെ ഒറ്റുകൊടുക്കുന്ന ഒരു കൂട്ടം പാതിരിമാരും ഇവരെല്ലാവരും കൂടി പറ്റിച്ചതാണ്. മോദിയും പിണറായിയും ക്രൈസ്തവ സഭയും സംരക്ഷണ സമിതിയും എല്ലാവരും കൂടി ചതിച്ചതാണ് മുനമ്പത്തുകാരെ. അത് പറയാതിരിക്കാൻ കഴിയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.